അഖില വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും സമയമുണ്ടാവില്ല. ദിവസം വേറെയില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ആലോചിച്ച് ഒരുക്കി വെക്കണം. ഓഡിറ്റോറിയം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ആളെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോ നാദസ്വരം അത് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ അച്ഛാ, ഇതെല്ലാം ഒരു ഇവന്റ് മാനേജ്മെന്റുകാരെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. അതിന് അഖിലയ്ക്ക് താല്പര്യമില്ല, ആത്മാർത്ഥത കാണിക്കില്ലെന്നാണ് അഖിലയുടെ അഭിപ്രായം. അല്ല, ഈ വിവാഹം ചെയ്യാൻ വന്ന എല്ലാ വരന്മാർക്കും നമ്മൾ ജോലി കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നല്ലോ. വേണം, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് ഓരോരുത്തരുടെയും വിദ്യാഭ്യാസ യോഗ്യതകൾ നോക്കി ഇന്റർവ്യൂ ചെയ്യാം. ഇപ്പൊ തന്നെ കുറെ വേക്കൻസികൾ കിടപ്പുണ്ട്. നിങ്ങൾ രണ്ടുപേരോടും ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് പറയാം. അറേഞ്ച്മെന്റിന്റെ കാര്യത്തിൽ ഒരു കുറ്റമോ കുറവോ വരാൻ പാടില്ല. അഖില വരുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി ഒരുക്കി വച്ചിരിക്കണം. ശരി അച്ഛാ. അങ്കിളെ. എന്താ മോളെ? നന്ദനിക്കെന്തോ പറയാനുണ്ടെന്ന് തോന്നല്ലോ, പറഞ്ഞോളൂ. അങ്കിളെ, ഞാൻ പഠിച്ച കോളേജിൽ ഒരു 3-4 ദിവസമെങ്കിലും ക്ലാസ് വന്നെടുക്കണമെന്ന് അവരെ നിർബന്ധിക്കുന്നു. അതിനെന്താ, വളരെ നല്ല കാര്യമല്ലേ അത്? ഒരു അംഗീകാരം കൂടെ അല്ലേ അത്? എന്താ പോകരുതെന്ന് അരവിന്ദ് വിലക്കിയോ? ഞാനും ഇതൊക്കെ നിന്റെ ഭർത്താവിന്റെ അനുഭവത്തോടെയൊക്കെ ചെയ്യുന്നതല്ലേ മോളെ അതിന്റെ ഒരു രീതി. ഏതായാലും എന്നോട് ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല. മഹേശ്വരിക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ മേലായിരുന്നു. അരവിന്ദനോട് ഇതൊക്കെ സംസാരിച്ചതാ. അങ്കിളിനോട് കൂടി പറയണ്ടേ, അതൊരു കടമയാണല്ലോ. എന്നിട്ട് അരവിന്ദ് സമ്മതിച്ചു? ഞാൻ സന്തോഷത്തോടെ സമ്മതിച്ചാണ് അച്ഛാ. മോളെ, നമ്മൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കോളേജിൽ ഒരു വിസിറ്റിംഗ് പ്രൊഫസറായി ചെല്ലുമ്പോഴുള്ള അഭിമാനം അത് ചെറിയ കാര്യമല്ല, മഹാഭാഗ്യം തന്നെയാണ്. എനിവേ, കൺഗ്രാജുലേഷൻസ്. പോയി വാ. താങ്ക് യു. നന്ദനെ, 3-4 ദിവസത്തെ ക്ലാസ് അല്ലേ? അങ്ങനെയാ വിളിച്ചപ്പോ പറഞ്ഞത്. എന്തോ അങ്കിൾ? അങ്ങനെയാണെങ്കിൽ നന്ദന ഒറ്റയ്ക്ക് പോണ്ട. അമ്മയുടെ വെറുതെ നിൽക്കുകയല്ലേ, അമ്മയും കൂടെ കൂട്ടിക്കൊള്ളു. അല്ല, ഞാൻ നന്ദനെ ഒറ്റയ്ക്ക് പോയാ പോരെ? ഞാൻ വെറുതെ എന്തിനാ കോളേജിലോട്ടൊക്കെ? ഇതെന്ത് ചോദ്യമാ മഹേശ്വരി? മകളുടെ കൂടെ കുറച്ചു ദിവസം നിൽക്കണമെന്ന് മോഹിച്ചു വന്നതല്ലേ? മകളെ പിരിയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. അത് വേണ്ട, കൂടെ പോകുന്നതാണ് നല്ലത്. പോകണം. അമ്മയും മോളും കൂടി ആകുമ്പോൾ ഇത്തരം യാത്രകൾക്ക് ഒരു സുഖവും സന്തോഷവും ഉണ്ടാവും, അല്ലേ രവൻ? പിന്നെ അച്ഛൻ പറയുന്നത് തന്നെ അതിന്റെ ശരി. ഒരു പിക്നിക് മൂടായിക്കോട്ടെ. എന്നാ പിന്നെ പോയി വരും. വാടി. ശരി. തൃച്ചംബരത്ത് കുറച്ച് ശുദ്ധമായി വിട്ടട്ടെ. കെട്ടിപ്പേർക്കൽ കഴിഞ്ഞല്ലേ ഇതുവരെ? എടി, ശരിക്കുന്ന വെട്ടുകത്തിയാ നിന്റെ ആ ശിവരാമകൃഷ്ണൻ. എത്ര മാന്യമായിട്ടാ എനിക്ക് അയാള് വേല വെച്ചത്. ഞാൻ തൃച്ചംബരത്ത് നിൽക്കുന്ന ഓരോ ദിവസവും അവർക്ക് തലവേദനയാ. ഞാനേ കാര്യങ്ങൾ തുറന്നു പറയും. ഞാൻ എന്റെ മകളുടെ രക്ഷയെ കരുതിയാ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതെ, ശിവരാമകൃഷ്ണൻ എന്നെ പേടിയാ. അങ്കിളെ വളരെ നല്ല മനുഷ്യനാമ. അമ്മയ്ക്ക് ഇതൊക്കെ വെറുതെ തോന്നുന്നു. നല്ല മനുഷ്യനായിട്ടാണോ നീ പോകുന്ന കോളേജിലേക്ക് എന്നെയും കൂടി എഴുന്നള്ളിക്കുന്നത്? അങ്ങേർക്ക് എന്നോട് വൈരാഗ്യമുണ്ട്.
ഞാൻ നിനക്ക് വേണ്ടി ഷെയർ ചോദിച്ചില്ലേ? ആ പക ഒരു തീക്കനല് പോലെ അങ്ങേരുടെ മനസ്സിലുണ്ട്. മുഖത്താണെങ്കിലും ഒരു റോസാപ്പൂ. എനിക്ക് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന മനുഷ്യരെ കാണുന്നതേ കലിയ. ഏതായാലും ഞാൻ രക്ഷപ്പെട്ടു. അമ്മ ഷെയർ ചോദിച്ചപ്പോ കൂടെ ഞാനും ഉണ്ടായിരുന്ന കാര്യം അങ്കിൾ അരവിന്ദനോട് പറഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അരവിന്ദ് തന്നെ പുറത്താക്കിയന. പക്ഷേ അതെന്നായാലും അവൻ അറിയണല്ലോ. തൃച്ചംബരത്തെ അധികാരവും അവകാശവും അഖിലാണ്ടേശ്വരിക്കും ആനന്ദകൃഷ്ണനും മാത്രം മതിയോ? അത് അരവിന്ദനും നന്ദനിക്കും കൂടി അവകാശപ്പെട്ടതല്ലേ? ഏതായാലും ഇത് ഒരു നടക്കൊന്നും പോവില്ല. മഹേശ്വരിയെ ഒരു 3 ദിവസത്തേക്കൊക്കെ കോളേജിൽ പറഞ്ഞയക്കാം. പക്ഷേ ഞാൻ ഇങ്ങ് വരും. തൃച്ചംബരം 2ആയി മുറിച്ച് ഒരു ഭാഗം എന്റെ മകളെ ഏൽപ്പിച്ചിട്ടേ മഹേശ്വരി എന്റെ വീട്ടിലേക്ക് മടങ്ങും. എന്റെ പദ്ധതി നടപ്പിലാക്കാൻ എന്തും ഞാൻ ചെയ്യും. എന്തും. ആ വാ ഇറങ്ങ. എന്താ വിലാസിനെ? ശിവരാമേട്ട, ചേച്ചി വലിയൊരു തീർത്ഥാടനവും കഴിഞ്ഞു വരികയല്ലേ. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊന്നും ഭംഗിയായില്ലെങ്കിൽ ചേച്ചിക്ക് വലിയ ദേഷ്യാവും. അതിന് ആനന്ദിനോടും അരവിന്ദിനോടും കുറച്ചുകൂടെ ഉത്തരവാദിത്വത്തോടെ നിൽക്കണമെന്ന് ചേട്ടനൊന്ന് ഉപദേശിക്കണം. അവർ ഉത്തരവാദിത്വമില്ലാത്ത കുട്ടികളാണെന്ന് വിലാസിനോട് ആര് പറഞ്ഞു? തൃച്ചംബരത്തെ ഈ കാണുന്ന ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത് അവര് രണ്ടുപേരും കൂടെ. ഞാനും അഖിലയും മേൽനോട്ടം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കുട്ടികളെ കുറിച്ചാണോ വിലാസിനി പറയുന്നത്? അതല്ല ശിവരാമേട്ട, ആനന്ദിന്റെ മനസ്സ് വേറെയാ. വിലാസിനി, മറ്റുള്ളവരെ തെറ്റായി വ്യാഖ്യാനിക്കുക എന്നുള്ളത് വിലാസിനിയുടെ ശീലവും സ്വഭാവവും ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അവരെന്റെ മക്കളാണെന്നെങ്കിലും നീ വിചാരിക്കണം. എന്റെ പ്രിയപ്പെട്ട അനുജന്റെ ഭാര്യയാണെന്ന് കരുതി ഞാൻ എത്ര നാൾ സഹിക്കണം? അതുകൊണ്ട് ദേവി ഇത് ഉപകാരം ചെയ്തില്ലെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ നോക്കണം. ആ അച്ഛാ, വണ്ടികളൊക്കെ ഏർപ്പാടാക്കി. അതിന് വേറെ വണ്ടികൾ എന്തിനാ? നമ്മുടെ കാറും ബസ്സുകളൊക്കെ പോരെ? മതി. വധൂവരന്മാരെ കൊണ്ടുപോകുന്നതിന് നമ്മുടെ കാറുകൾ തന്നെ ഉപയോഗിക്കും. അതിന്റെ എല്ലാ ചുമതല സുബ്ബണ്ണനെ ഏൽപ്പിച്ചിരിക്കുക. ആ നന്നായി. അങ്കിൾ, ഞങ്ങൾ എന്നാ പോയിട്ട് വരാം. സന്തോഷത്തോടെ പോയിട്ട് വരും. എന്റെ പ്രാർത്ഥന ഉണ്ടാവും. ക്ലാസ്സുകളൊക്കെ ഗംഭീരമായിരിക്കണം. അരവിന്ദ്, ഇവരെ എയർപോർട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് വരും. ആ ശരി അച്ഛാ, പോവാം. സുബ്ബണ്ണ പോവാം. അയ്യോ പാവം. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ബാംഗ്ലൂരിലേക്ക് നീങ്ങി തുടങ്ങിയോ? പോകുന്ന ന്യൂനമർദ്ദം കൊടുങ്കാറ്റായി തിരിച്ചു വരും. കൊടുങ്കാറ്റിനൊപ്പം വെള്ളിടിയും ഉണ്ടാവും. തല തെറിച്ചു പോകാതെ സൂക്ഷിച്ചോ. തൃച്ചംബരത്ത് വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കാൻ വന്നതാ മഹേശ്വരി. എന്നിട്ട് എന്തായി? ഭൂകമ്പം പോയിട്ട് ഒരു പൊടിക്കാറ്റ് പോലും വീശിയില്ല. കൂടും കുടുക്കയും എടുത്തോണ്ട് ഇറങ്ങിയില്ലേ? ഗംഗേ,
അതിന്റെ മെടുക്ക് നിനക്കാ. അതിന് നിന്നെ ഞാൻ സമ്മതിച്ചു. ആന്റി, സംഭവം ഞാൻ അങ്ങളുടെ മുന്നിൽ നന്നായിട്ട് അവതരിപ്പിച്ചു. മഹേശ്വരിയെ ഒഴിവാക്കി വിടാമെന്ന് പകുതി സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ ഇത്ര പെട്ടെന്ന് പോകണമെങ്കിൽ ഇതിനിടയിൽ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്. അതറിഞ്ഞില്ലേ? മോള് ടൂറൊക്കെ കഴിഞ്ഞ് അഖില ഇല്ലാത്ത സമയത്ത് അമ്മയും കൂട്ടി വന്നത് എന്തിനാന്നാ വിചാരിച്ചത്? തൃച്ചംബരത്തെ സ്വത്ത് ഒരുമിച്ചങ്ങ് വിഴുങ്ങാൻ. ആന്റി എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കും. എന്നാ കേട്ടോ, തള്ളയും മോളും കൂടി തൃച്ചംബരത്തെ ഷെയർ പോയി ചോദിച്ചു. ഷെയറോ? എന്നുവെച്ചാ കുന്തം. ഗംഗെ, തൃച്ചംബരം ഭാഗം വെച്ച് അവരുടെ ഷെയർ അവർക്കിപ്പൊ വീതിച്ചു കൊടുക്കണോന്ന് ശിവരാമേട്ടന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അയ്യോ, ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യമാണോ അത്? ഓ, അപ്പൊ അതായിരുന്നു ഈ വരവിന്റെ ഉദ്ദേശം. വെറുതെ അല്ല കല്യാണിയൊക്കെ സോപ്പിട്ടങ്ങ് പതപ്പിച്ചത്. ആ അടിയുടെ ചൂട് ഇപ്പോഴും മാറിയിട്ടില്ല. അമ്മയ്ക്കും മോക്കും ജ്യൂസിൽ സോപ്പ് പൊടി കലർത്തി കൊടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നതാ. അതിനിടയിൽ നാശങ്ങൾ പോയി കളഞ്ഞു. കുഴപ്പമില്ല, ഇനിയും വരുമല്ലോ. ഗംഗെ, തൃച്ചംബരത്തെ സമ്പത്തും അധികാരവും കാത്തു സൂക്ഷിക്കാനുള്ള ചുമതല എന്നും മൂത്ത മരുമകൾക്കുള്ളതാ. അതായത് ആനന്ദ് താലികെട്ടാൻ പോകുന്ന നിനക്ക്. അത് മഹേശ്വരിക്ക് നന്നായിട്ട് അറിയാം. അതാണ് മഹേശ്വരി കല്യാണത്തിന് മുന്നേ ഷെയർ ആവശ്യപ്പെട്ടു വന്നത്. ആന്റി, ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. എനിക്കാരുടെയും ഷെയറും സമ്പത്തും ഒന്നും വേണ്ട. അതെല്ലാം ഞാൻ ഈ വിലാസിനിയുടെ കാൽക്കാൽ സമർപ്പിക്കും. പകരം എനിക്ക് വേണ്ടത് തൃച്ചംബരത്തിന്റെ അസ്ഥിവാരം. തൃച്ചംബരത്തിന്റെ മുക്കും മൂലയും ഒന്നൊന്നായി തകർന്നടിയുന്നത് കാണണം എനിക്ക്. വിലാസിനിക്ക് തൃച്ചംബരത്തിന്റെ ചെങ്കോലും കിരീടവും കിട്ടിയ പൊളിച്ചെടുക്കി കയ്യിൽ തരും ഞാൻ. ഇത് വിലാസിനിയുടെ വാക്കാ. എനിക്കുണ്ട് അടങ്ങാത്ത ഒരു പക. ഈ ചുവരുകൾക്കുള്ളിൽ വെറും നിഴലായി ഒരു ജന്മം തീർത്തതിന്റെ പക. ആ ദാസിനെ കൊല്ലാനുള്ള പദ്ധതിയാ നടക്കാതെ പോയത്. എത്ര റിസ്ക് എടുത്താ ഞാൻ ആ ടാബ്ലറ്റ് സ്ട്രിപ്പ് മാറ്റിവെച്ചെന്നറിയോ? അറിയാൻ കഴിയും. ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാ കാരണം. ആ ഗുളികയ്ക്ക് ദാസിനെ കൊല്ലാനുള്ള വിഷമില്ലായിരുന്നു. ഇനി നമ്മൾ അയാൾക്ക് കൊടുക്കാൻ പോകുന്നത് സൈനൈഡ്. മിനിറ്റുകൾ വേണ്ട ചത്തു തൊലയാൻ. അത് ദാസിനെ മാത്രം ആക്കരുത്, അവൾക്കും ആ ചെക്കനും ചേർത്ത് കൊടുക്കണം. കുടുംബം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തതാണെന്ന് എല്ലാവരും വിശ്വസിച്ചോളും.
അയ്യോ ഡീ, കൊല്ലും കൊല്ലും ഞാൻ നിങ്ങളെ. വിടടി. എന്നോട് വിടാൻ, എന്നോട് വിടാൻ. എടി വിടാൻ. വിടാനല്ലേ പറഞ്ഞെ? ആന്റി. എടി നീ അത്രയ്ക്കായോ? നിന്നെ ഞാൻ നീ എന്നെ എന്റെ കഴുത്തി പിടിക്കാനുള്ള ധൈര്യവും നിനക്ക്? നിന്റെ അച്ഛനെ ഞാൻ എന്ത് ചെയ്തുന്നാ? അയാൾക്ക് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്തവരോട് മതി നിന്റെ അഭ്യാസം. ഈ വിലാസിന് ആരാന്നാ നീ വിചാരിച്ചേ? എച്ചിൽ പാത്രം കഴുകുന്ന നിന്റെ കൈ എന്റെ നേരെ ഉയർന്നോ? നിന്റെ അച്ഛനെ മാത്രമല്ല, വേണ്ടി വന്നാ നിന്നെയും നിന്റെ ആ തടിയും ചെറുക്കനെയും കൂടി കൊല്ലും ഞാൻ. നീ എന്ത് ചെയ്യോടി? കൊടുക്കാൻറ്റി, അവളുടെ കാരണം ഒന്നുകൂടി കൊടുക്ക. 2 എണ്ണം കൊടുക്കാൻറ്റി. പക്കാ ക്രിമിനലാ, പക്കാ ക്രിമിനൽ. തന്തയും മോളും കൂടി തട്ടിപ്പിനിറങ്ങിയിരിക്കുക. എടി, ഇത്തരം വേലകളൊക്കെ ഈ വിലാസിനി കൊറേ കണ്ടതാ. ദേ, ഇപ്പൊ ഇറങ്ങിക്കോണ ഇവിടുന്ന്. ഇറങ്ങടി പുറത്ത്. ഇറങ്ങാൻ. ദേ, ഇനി മേലാൽ ഈ വീട്ടിൽ കയറി പോവരുത്. ഇറങ്ങടി. ഇറങ്ങാൻ. എന്താണ് ഇവിടെ? നിന്നെ അരുത്. ഇളയച്ചൻ അന്തഛിദ്രങ്ങൾ അവസാനിക്കുന്നില്ല. കുടുംബാന്തരീക്ഷം സംഘർഷഭരിതം. ദുർഭൂതങ്ങളുടെ വിളയാട്ടം. യമദൂതന്മാരുടെ ആഗമനം. ഇളയച്ച, അരുത്. അവിടെ നിന്നാൽ മതി, സ്പർശിക്കരുത്. ഞാൻ അകത്തേക്കില്ല. ആരൂഢം മുഴുവൻ ഇരുട്ടാണ്, വെളിച്ചത്തിന് പ്രവേശനമില്ല.